ഇപ്പോൾ അവസാനിച്ച ആവേശകരമായ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഹൈദരാബാദ് സൺറൈസേഴ്സാണ് വിജയം നേടിയിരിക്കുന്നത്. ഹൈദരാബാദ് ഉയർത്തിയ 287 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ രാജസ്ഥാൻ സഞ്ജു സാംസണിന്റെയും ധ്രുവ് ജുറലിന്റെയും ഹെറ്റ്മേറിന്റെയും ദുബൈയുടെയും കരുത്തിൽ വിജയലക്ഷ്യത്തിന് റൺസുകൾ അകലെ പൊരുതി വീഴുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവസാനിച്ച ഈ ഒരു മത്സരത്തിന്റെ സമഗ്രമായ ചിത്രമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് IPL അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ട്രാവിസ് ഹെഡിന്റെയും ഇഷൻ കിഷന്റെയും ബാറ്റിംഗ് പ്രകടനത്തിന് ശേഷം നിതീഷ് കുമാർ റെഡ്ഡിയും ഹെൻറിച്ച് ക്ലാസനും തങ്ങളുടെ ബാറ്റിംഗ് ക്ലാസ് എന്താണെന്ന് രാജസ്ഥാൻ ബോളർമാർക്ക് മുൻപിൽ കാഴ്ചവെച്ചപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്കോർ തന്നെയാണ് ഇന്ന് IPL പിറന്നത്. 6 വിക്കറ്റ് നഷ്ടത്തിൽ നിശ്ചിത 20 ഓവറിൽ 286 റൺസാണ് ഇന്ന് ഹൈദരാബാദ് അടിച്ചെടുത്തത്. സീസണിലെ ആദ്യ IPL സെഞ്ചുറിയാണ് ഇഷൻ കിഷൻ ഇന്ന് തന്റെ പേരിൽ കുറിച്ചത്. 47 പന്തിൽ 11 ഫോറും 6 സിക്സും സഹിതം 106 റൺസാണ് കിഷന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നത്. 31 പന്തിൽ 9 ഫോറും 3 സിക്സും സഹിതം 67 റൺസാണ് ട്രാവിസ് ഹെഡ് ഇന്ന് നേടിയത്. നിതീഷ് കുമാർ റെഡ്ഡിയുടെയും ക്ലസന്റെയും ഇന്നിംഗ്സ് ഹൈദരാബാദിനെ 270 കടന്ന് 286 ഇന്ന് എത്തിച്ചത്. മറുപടി ബാറ്റിംഗിൽ റോയൽസിന് തകർച്ചയോട് കൂടിയുള്ള തുടക്കം തന്നെയാണ് ലഭിച്ചത്. 50 റൺസിനിടെ 3 മുൻനിര വിക്കറ്റുകൾ രാജസ്ഥാന് നഷ്ടമായപ്പോൾ സഞ്ജു സാംസന്റെയും ധ്രുവ് ജുറലിന്റെയും പോരാട്ടം തന്നെയാണ് പിന്നീട് രാജസ്ഥാന് വീണ്ടും പ്രതീക്ഷകൾ നൽകിയത്. തകർന്നുപോയ ടീമിന് വേണ്ടി ഇരുവരും മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചപ്പോൾ 100-ന് മേലെയുള്ളൊരു പാർട്ണർഷിപ്പ് ഉയർത്തി സഞ്ജുവും ധ്രുവ് ജുറലും ചേർന്ന് ടീമിന് വിജയപ്രതീക്ഷ നൽകിയിരുന്നു. എന്നിരുന്നാലും റിക്വയർഡ് റൺ റേറ്റ് 16-ന് മുകളിൽ കുതിച്ചപ്പോൾ ടീമിന് വേണ്ട റൺസ് കണ്ടെത്തുന്നതിനായി ശ്രമിക്കവേ സഞ്ജുവിന്റെ വിക്കറ്റാണ് പാർട്ണർഷിപ്പിൽ നിന്നും ആദ്യം പോയത്. തൊട്ടുപിന്നാലെ ധ്രുവ് ജുറലിന്റെ കൂടി വിക്കറ്റ് നഷ്ടമായതോടുകൂടി രാജസ്ഥാന്റെ പോരാട്ടം ഏറെക്കുറെ അവസാനിക്കുക തന്നെയായിരുന്നു. ശേഷം വന്ന ഹെറ്റ്മേറിന്റെയും ദുബൈയുടെയും പ്രകടനമെടുത്താൽ ടീമിന്റെ തോൽവിഭാരം കുറയ്ക്കുന്നതിനായി തീർച്ചയായിട്ടും ഈ ഇന്നിംഗ്സുകളും സഹായകമായിട്ടുണ്ട്. പൂർണ്ണമായും മത്സരം നഷ്ടമാകുന്ന സാഹചര്യത്തിലും സഞ്ജുവിന്റെയും ധ്രുവ് ജുറലിന്റെയും പോരാട്ടവീര്യവും അതേപോലെ ദുബൈയുടെ അവസാന ഓവറുകളിലെ പ്രകടനവും അതേപോലെ ദുബൈയുടെയും ഹെറ്റ്മേറുടെയും അവസാന ഓവറുകളിലെ പ്രകടനവും തീർച്ചയായിട്ടും രാജസ്ഥാനെ സംബന്ധിച്ച് അടുത്ത മത്സരത്തിന് ഇറങ്ങുമ്പോൾ പോസിറ്റീവ് സ്റ്റാറ്റായി തന്നെ മാറുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.